ഹലോ ഗൈസ്, റബ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു മാസം മുന്നേ ഉപ്പിട്ട് വെച്ച മാങ്ങയാണ്. അത് ഞാനൊന്ന് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലോട്ട് ആവശ്യമായ വറ്റൽമുളക്, കാശ്മീരി ചില്ലി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. മുളക് പൊടിച്ച് എടുത്തതിന് ശേഷം അതിലോട്ട് ഉലുവ, കടുക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മുളകും കടുകും ഉലുവയും പൊടിച്ച് മിക്സിയിലേക്ക് തന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ഊറ്റി വെച്ച വെള്ളം, മാങ്ങൻ്റെ വെള്ളം ഈ മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിതിൽ അഡീഷണലായിട്ട് ഉപ്പിടണമൊന്നുമില്ല. ഈ ഉപ്പിട്ട മാങ്ങ ആയതുകൊണ്ട് തന്നെ അതിൽ ആ വെള്ളത്തിൽ ഉപ്പ് ഉണ്ടാവും നല്ലോണം. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മാങ്ങ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച പൊട്ടുന്ന ഭരണിയിലോട്ട് ഈ മാങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങയെല്ലാം ഭരണികളിലാക്കിയതിന് ശേഷം അതിലോട്ട് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. ചൂടാക്കിയതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ ചൂടായതിന് ശേഷം മാങ്ങൻ്റെ മുകളിൽ കൂടെ 2 ഭരണിയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവസാനമായിട്ട് കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്ത വാഴൻ്റെ ഇല ഭരണീൻ്റെ മുകളിൽ മാങ്ങൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴൻ്റെ ഇല വെച്ചതിന് ശേഷം നല്ലെണ്ണ വാഴൻ്റെ ഇലൻ്റെ ഉള്ളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഭരണീൻ്റെ തന്നെ അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മളെ കടുമാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.